മക്കളെ നമ്മൾ ഇന്ന് രണ്ട് പ്രോബ്ലം ടാർഗറ്റ് ഉണ്ട്. ആ രണ്ട് പ്രോബ്ലം ചെയ്താൽ നമ്മുടെ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ശ്രദ്ധിക്കല്ല. ഫസ്റ്റ് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് മക്കളെ നമ്മൾ 20% ഓൺ സെയിൽസ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് എടുത്തിട്ടുണ്ട്. ഓക്കെ മക്കളെ, മനസ്സിലാക്കേണ്ടത് അത് GP ആണ്, ഗ്രോസ് പ്രോഫിറ്റ് ആണ്. എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അങ്ങനെ തന്നത് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് GP റേഷ്യോ എന്നാണ് അതിന് പറയുക. എന്താ പറയാ, ഓൺ സെയിൽസ് ആണെങ്കിൽ അതിന് പറയാ GP റേഷ്യോ എന്നാ. എന്താ പറയാ GP റേഷ്യോ, എന്താ പറയാ GP റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. നിങ്ങൾക്ക് ഇത് റേഷ്യോസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20% ഓൺ സെയിലിന് തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. 20% എന്ന് പറയുന്നത് അത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതിന് പറയുന്ന പേരാണ് GP റേഷ്യോ. നമ്മൾ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല. നമ്മൾ എന്താ പഠിച്ചത്, 20% ഓൺ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ 25% ഓൺ കോസ്റ്റ്, അങ്ങനല്ലേ പഠിച്ചത്. ഞാൻ ഇപ്പോൾ ഇവിടെ റേഷ്യോ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്ക്, GP റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഒന്നുമില്ല മക്കളെ, സെയിൽസ് GP റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ശരി തന്നെയല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 lakh ആണ് സെയിൽസ്. ഓക്കെ, 20% GP എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ? നമ്മൾ എന്താ ചെയ്യാം, 1 lakh ഇൻറ്റു 20%, 20,000 കിട്ടും. നമ്മളോട് പറയണം, അതായത് ഫോമില വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം പറയൊന്നും വേണ്ട ആവശ്യമില്ല, നമുക്ക് അല്ലെങ്കിലും അറിയാം. സ്റ്റിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതിന്, അതായത് GP റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സെയിൽസ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് ആണ് മക്കളെ. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ഓക്കെ, ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോന്റെ ഫോർമുല. മനസ്സിലായിനാ മക്കളെ? ഇത് GP റേഷ്യോ ഞാൻ ഒന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ, ഞാൻ നിങ്ങളോട് അന്ന് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൺസെപ്റ്റ് ഇന്ന് ഒന്നും കൂടി ക്ലിയർ ആക്കി. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് ഓർ അതിന് പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ് വെലോസിറ്റി. എന്താ പറയാ, വെലോസിറ്റി. രണ്ടും സെയിം ആണ്. എന്താ ഫോർമുല? അതായത് ഫോർമുല എന്ന് പറയുന്നത് ആവറേജ് ഡെപ്റ്റേഴ്സ് divided by credit sales into 12 or 365 as the case may be. അതായത് 12 ആവാം, 365 ആവാം. എങ്ങനെയാണ്? 12 മന്ത് ആണെങ്കിൽ 365 ഡേയ്സ് ആണെങ്കിൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? Debtors collection period is equal to or debtors velocity is equal to average debtors divided by credit sales into 12. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെറ്റീരിയലിലുള്ള. ശ്രദ്ധിക്കുക എല്ലാവരും. നെക്സ്റ്റ്, ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ് ഓർ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി എന്നും പറയും. ഓക്കെ, എന്താ ഫോർമുല? അതായത് ആവറേജ് ക്രെഡിറ്റേഴ്സ് divided by credit purchase into 12 or 365. മക്കളെ, ഇതാണ് എന്ത് ഡെപ്റ്റേഴ്സ് വെലോസിറ്റിയും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റിയും അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്, ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡിന്റെയും ഫോർമുല. മക്കളെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിപ്പോ? മക്കളെ, എന്താണ് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് അല്ലെങ്കിൽ എന്താണ് ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് വെച്ചാൽ, ഓൺ ആൻ ആവറേജ്, ശ്രദ്ധിക്കണേ, ഓൺ ആൻ ആവറേജ് ഇതിന്റെ ലോജിക്കാ പറയുന്നത്. ഓൺ ആൻ ആവറേജ് അതായത് ഇത്ര മാസം കൊണ്ട് ഡെപ്റ്റേഴ്സ് പൈസ തരും. നമുക്കിപ്പോ ഈ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് ചെയ്താലും ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ് ചെയ്താലും നമുക്ക് മന്തോ ഡേയ്സോ കിട്ടും. ഫോർ എക്സാമ്പിൾ 1 month കിട്ടിയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 2 months കിട്ടിയെന്ന് വിചാരിക്കും. 2 months കിട്ടിയെങ്കിൽ നമ്മൾ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ജനുവരിയിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ജനുവരി 1 നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി 1, മാർച്ച് 1 നമ്മൾ പേയ്മെന്റ് നടത്തും. മാർച്ച് 1 പേയ്മെന്റ് നടത്തും. ഓൺ ആൻ ആവറേജ് ആണ് മക്കളെ. അതാണ് എന്ത് ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് 3 മാസമാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് സെയിൽ ചെയ്തു, ഫോർ എക്സാമ്പിൾ ജനുവരി 1. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി 1, മാർച്ച്, ഏപ്രിൽ 1 നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ പൈസ കിട്ടും. ഇതാണ് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡും
ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? അതായത് ശ്രദ്ധിക്കുക, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് ഫോർ എക്സാമ്പിൾ 1 month ആണെന്ന് വിചാരിക്കും. 1 month ആണെങ്കിൽ ഞാൻ ഇന്ന് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്ന് പറയുന്ന ഡേറ്റ് എത്രയാ? 2 സെപ്റ്റംബർ. 2 സെപ്റ്റംബറിൽ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ കളക്ഷൻ കിട്ടുന്നത് 2 ഒക്ടോബറിനായിരിക്കും, ഒരു മാസം കഴിഞ്ഞിട്ട്. അതാണ് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ ആൻ ആവറേജ് ആണ് മക്കളെ. ഇത് അങ്ങനെ തന്നെ പെർഫെക്റ്റ് ആവാൻ നിർബന്ധമില്ല, ബട്ട് അത് നമ്മൾ അക്കൗണ്ട്സിൽ യൂസ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ. രണ്ടാമത്തത് ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ് 2 month ആണെന്ന് വിചാരിക്കും. സെപ്റ്റംബർ 2 ഞാൻ ഒരു പർച്ചേസ് ചെയ്തു. ക്രെഡിറ്റ് പർച്ചേസ് ആണ് മക്കളെ, അല്ലാണ്ട് ക്രെഡിറ്റ് പർച്ചേസ് ക്രെഡിറ്റ് സെയിൽ. ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പർച്ചേസ് ചെയ്താൽ ഒക്ടോബർ 2, നവംബർ 2 ഞാൻ എന്ത് ചെയ്യാം? പേയ്മെന്റ് നടത്താം. ഓൺ ആൻ ആവറേജ് മക്കളെ, ആവറേജ് ഡെപ്റ്റേഴ്സ് ഓർ ആവറേജ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. അതേപോലെ ആവറേജ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. വേറൊരു കാര്യമുണ്ട്, ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസിംഗ് എടുക്കാം. ആവറേജ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസിംഗ് എടുക്കാം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ചില കേസിൽ അധികം ക്ലോസിംഗ് എടുക്കാം. നമ്മൾ ആ 10th ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടോ നമ്മൾ ക്ലോസിംഗ് എടുത്തത്. ഓക്കെ. ലാസ്റ്റ് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അതായത് മാർച്ച് മാസം, നമുക്ക് മാർച്ച് മാസം എക്സാമ്പിൾ നോക്കാം. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡോ ക്രെഡിറ്റേഴ്സ് കളക്ഷൻ പീരീഡോ വാട്ടെവർ ഏതെങ്കിലും ഒന്നിന് റിലേറ്റഡ് നമുക്ക് പറയാം. 1 month ആണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ 1 month ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ മാർച്ച് 1 സെയില്, ഓക്കെ, മാർച്ച് 1 സെയില് നമ്മൾ എപ്പാ പേ ചെയ്യാം? നമുക്ക് എപ്പാ റിസീവ് ചെയ്യാം? ഏപ്രിൽ 1. അതായത് അടുത്ത കൊല്ലം മാർച്ച് കഴിഞ്ഞ ഏപ്രിൽ 1 എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം. ഫിനാൻഷ്യൽ ഇയർ മാറി. ശ്രദ്ധിക്കുക എല്ലാവരും. മാർച്ച് 2 അതേപോലെ എപ്പോ കിട്ടാം? ഏപ്രിൽ 2. അതേപോലെ 31 മാർച്ചിന്റെ എപ്പോ കിട്ടാം? 31 ഏപ്രിലിന്. എല്ലാം അടുത്ത മാസത്തേക്കാണ് കിട്ടുക. അതായത് ഫെബ്രുവരി 29 മാർച്ച് 29 കിട്ടും. ഫെബ്രുവരി 28 ഒപ്പം കിട്ടും, മാർച്ച് 28 കിട്ടും. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഫെബ്രുവരി 28 ഞാനൊരു സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ എനിക്ക് എപ്പോ കിട്ടാം? മാർച്ച് 28 കിട്ടും. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? അതായത് ശ്രദ്ധിക്കുക, 28 ഫെബ്രുവരിക്ക് ഞാൻ വിറ്റു. 28 ഫെബ്രുവരിക്ക് ഒരു മാസം ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്, ഒരു മാസമാണ് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാർച്ച് 28 പൈസ കിട്ടും. അതായത് ഈ കൊല്ലം തന്നെ കിട്ടും. ഈ കൊല്ലം ഫിനാൻഷ്യൽ ഇയർ ആണ് ഇപ്പോ. പറയുന്ന മനസ്സിലാകുന്നില്ല? പക്ഷേ ഞാൻ മാർച്ച് 1 വാങ്ങിച്ചാലോ? മാർച്ച് 1 വാങ്ങിച്ചാൽ ഈ കൊല്ലം എന്ത് കിട്ടൂല? ആ പൈസ കിട്ടൂല. എപ്പോ കിട്ടാ? ഏപ്രിൽ 1. എപ്പോ കിട്ടാ? ഏപ്രിൽ 1. ഏപ്രിൽ 1 അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആണ്. അടുത്ത ഫിനാൻഷ്യൽ ഇയർ. അതായത് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മക്കളെ, നമ്മുടെ ഡെപ്റ്ററിന്റെ ബാലൻസ് എന്ന് പറയുന്നത് മാർച്ച് മാസത്തെ ക്രെഡിറ്റ് സെയിലാണ്. ഡെപ്റ്ററിന്റെ ബാലൻസ് എന്ന് പറയുന്നത് മാർച്ച് മാസത്തെ ക്രെഡിറ്റ് സെയിലാണ്. ആർക്കെങ്കിലും അഗെയിൻസ്റ്റ് എന്തെങ്കിലും പറയേണ്ടി പറഞ്ഞോ? അതായത് മാർച്ച് മാസത്തെ സെയിലിന്റെ പൈസ ഒന്നും നമുക്ക് കിട്ടൂല. ഫെബ്രുവരി മാസത്തതോ കിട്ടിയിട്ടുണ്ടാവും. മാർച്ച് മാസത്തെ 1-ാം തീയതിന്റെ സെയിലിന്റെ പൈസ കിട്ടിയിട്ടുണ്ടാവില്ല. 2-ാം തീയതിന്റെ കിട്ടിയിട്ടുണ്ടാവില്ല. അതേപോലെ 31 വരെ നടത്തിയ സെയിൽസിന്റെ പൈസ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. 1 month കളക്ഷൻ പീരീഡ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാർച്ച് മാസത്തെ ക്രെഡിറ്റ് സെയിലാണ് നമ്മുടെ ആ കൊല്ലത്തെ ഡെപ്റ്ററിന്റെ ബാലൻസ്. ഓക്കെ ആണോ മക്കളെ? എന്നൊരു കാര്യമുണ്ട്, ഇതേ സെയിം റൂട്ട് എവിടെയും പോകും. ഇതേ സെയിം റൂട്ട് മന്ത് മാറുന്നതിനനുസരിച്ച് മാറും. ഇപ്പൊ 2 മാസമാണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പറഞ്ഞു 2 മാസം, ഒരു മാസം എന്ന് പറഞ്ഞാൽ 2 മാസം ആയിക്കോട്ടെ. 2 മാസമാണെങ്കിൽ ഫെബ്രുവരിന്റെതും മാർച്ചിന്റെതും നമ്മുടെ ഡെപ്റ്ററിന്റെ ബാലൻസ് ആണ്. എന്തുകൊണ്ടാ? ഫെബ്രുവരിന്റെ പൈസ നമുക്ക് അപ്പൊ കിട്ടാം ഏപ്രിൽ 1 കിട്ടാം, മാർച്ചിന്റെ പൈസ മെയ് 1 കിട്ടാം. കാരണം 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 1. ഏപ്രിൽ 1 എന്ന് പറഞ്ഞാൽ വേറെ ഫിനാൻഷ്യൽ ഇയർ. ഓട്ടോമാറ്റിക് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത്
2 months കളക്ഷൻ പീരീഡ് ആണെങ്കിൽ ഫെബ്രുവരിയും മാർച്ചിനെയും ക്രെഡിറ്റ് സെയിലാണ് നമ്മുടെ എന്ത് ഡെപ്റ്റേഴ്സ്. ഓക്കെ ആണ് മക്കളെ? കംഫർട്ടബിൾ. Question number 14. The following is the balance sheet of a concern on 31st March 2015. Whatever, no problem. Capital തന്നിട്ടുണ്ട്, ട്രേഡ് ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. മക്കളെ ഇതൊരു ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ഐറ്റം ഒരു വട്ടേ ട്രീറ്റ് ചെയ്യേണ്ടു. ഓക്കെ, നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്ത് ചെയ്യും? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോകും. P&L അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോകും. ട്രേഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ എവിടെ ബാലൻസ് ഷീറ്റ് ഡയറക്റ്റ്. സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലും ട്രീറ്റ് ചെയ്യണം. ഡെപ്റ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ്. ക്യാഷ് ആൻഡ് ബാങ്കിന്റെ അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ട്രീറ്റ്മെന്റ്. എല്ലാ ഐറ്റവും നമ്മൾ പറഞ്ഞു, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ആണ് എല്ലാവരും? നെക്സ്റ്റ്, the management estimates the purchases and sales for the year ended 31st March 2016. മക്കളെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കാണാൻ അക്കൗണ്ട്സ് കറക്റ്റ് അല്ല, മുൻകൂട്ടി കാണണം. സർ എന്തിനു വേണ്ടിയിട്ടാണ് മുൻകൂട്ടി കാണുന്നത്? ചിലപ്പോൾ നമുക്ക് ബാങ്ക് ലോണെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ബാങ്ക് എന്ന് പറയും, നിങ്ങൾ അടുത്ത കൊല്ലം നിങ്ങൾ എത്രയായിരിക്കും ലാഭം എന്നുള്ളത് ഏകദേശം ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ലോൺ തരാം, അങ്ങനെ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചാർട്ടേഡ് അക്കൗണ്ടൻസ് നമ്മൾ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസ് whatever മേ ബി, ഓക്കെ, സ്പെഷ്യലി നമ്മൾ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഊഹാപോഹം ബാലൻസ് ഷീറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അതിനാ പറയാ പ്രൊജക്റ്റഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ്. പ്രൊജക്റ്റഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ്. മക്കളെ പ്രൊജക്റ്റഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ ഫ്യൂച്ചർ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ്, ഇറ്റ് ഇസ് നോട്ട് ഫാക്ട്. ഓക്കെ, ജസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഊഹിക്കുക കാര്യങ്ങൾ. എന്താ പറയുന്നത് നമ്മളോട്? മാനേജ്മെന്റ് എസ്റ്റിമേറ്റ് ചെയ്ത്, മാനേജ്മെന്റ് പറഞ്ഞാൽ നമ്മൾ തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് അപ് ടു 28th ഫെബ്രുവരി പെർച്ചേസ് ഇത്ര ഉണ്ടാവും, സെയിൽസ് ഇത്ര ഉണ്ടാവും. നോക്കണം, ശ്രദ്ധിക്കണം എല്ലാവരും. ഇവരിങ്ങനെ എന്തിനാ തന്നെന്നുള്ളത് ഒരു ടിസ്റ്റാണ്. നിങ്ങൾ പറയാൻ നോക്കാം. നമുക്ക് മാർച്ച് 2016 1,10,000 2 ലക്ഷം. ഓക്കെ, പർച്ചേസും സെയിലും. അതായത് മാർച്ച് മാസം സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, ഏപ്രിൽ വരെയുള്ള സെപ്പറേറ്റ്, ഫെബ്രുവരി വരെയുള്ള തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടാവും അതിന് നമുക്ക് നോക്കാം. It was decided to invest 1 lakh in purchase of fixed assets which are depreciated at 10% on cost. അവരെന്ത് ചെയ്തു? അതായത് ഈ കൊല്ലം അവരെന്ത് ചെയ്യും? 1 ലക്ഷം അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ജേണൽ എൻട്രി എന്താ? ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ് ആൻഡ് ബാങ്ക്, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ്. അതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എന്താ? ജേണൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു ഫിക്സഡ് അസറ്റ്. നമുക്കറിയാം ഇതല്ലോ. നെക്സ്റ്റ് ശ്രദ്ധിക്കണം എല്ലാവരും. The time lag for payment to trade creditors for purchase and receipts from sale is 1 month. അതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ടൈം ലാഗ് എന്ന് പറഞ്ഞാൽ ടൈമിന്റെ ആ കളക്ഷൻ പീരീഡ് അല്ലെങ്കിൽ ടൈമിന്റെ പേയ്മെന്റ് പീരീഡ്. ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് പീരീഡും യെസ് ഡെപ്റ്റേഴ്സ് വെലോസിറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി അത് തന്നെയാ പറയുന്നത്. അതായത് ഒരു മാസാണ്. ഓക്കെ, 1 മാസാണ്. ഓക്കെ, അതാണ് അവര് പറയുന്നത് മക്കളെ. അതായത് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഡിഫറെന്റ് ആയിട്ട് തന്നേന്ന് അറിയോ? എന്തിനാ തന്നത്? അത് 1 മന്ത് ലാഗ് എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തെ പർച്ചേസ് നമ്മൾ പേ ചെയ്യപ്പാണ് ഏപ്രിലിൽ. ഓട്ടോമാറ്റിക്കലി ആ മാർച്ച് മാസത്തെ പർച്ചേസ് ആണ് നമ്മുടെ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ്. മാർച്ച് മാസത്തെ സെയിൽസ് ആണ് നമ്മുടെ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ്. എന്തുകൊണ്ട്? 1 മന്ത് ലാഗ്. ഓക്കെ, 1 മന്ത് ലാഗ് എങ്ങനെ കിട്ടുന്നേന്നാ? ഓൾറെഡി മക്കളെ നമുക്ക് ഇവിടെ പർച്ചേസ് തന്നിട്ടില്ലേ, സെയിൽസ് തന്നിട്ടില്ലേ, ഈ എമൗണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? സെഗ്രിഗേറ്റ് ചെയ്തത്. ഇപ്പൊ മനസ്സിലായി അവരെന്തിനാ സെഗ്രിഗേറ്റ് ചെയ്തത്? ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി the business earns a gross profit of 30% on turnover. Sales in 30% gross profit. Okay, the expense against the gross profit amount to 10% of the turnover. അതായത് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും പറയുന്നില്ല, എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് എടുത്താൽ മതി. എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് എത്രയാണ്? ടേൺ ഓവറിന്റെ 10%. The amount of depreciation is not included in these expenses. Depreciation separate ആയിട്ട് ചാർജ് ചെയ്യണം എന്നാ പറയും. Draft a balance sheet as of 31st March 2016 assuming that creditors are all trade creditors,
for purchase and debtors for sales, and there is no other item of current asset. പുതിയ current asset ഒന്നും ഇല്ലാന്നാ പറയുന്നത്. Okay, and liabilities apart from stock and cash balances. സ്റ്റോക്കും ക്യാഷും എന്തുണ്ട്? ബാലൻസ് ഉണ്ട്. Okay, assume that all sales and purchase are on credit basis. അതായത് അവരെന്തില്ല, ക്യാഷ് സെയിലോ ക്യാഷ് പർച്ചേസോ നടത്തുന്നില്ല. ഇതാണ് മക്കളെ ക്വസ്റ്റ്യൻ. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ബാലൻസ് ഷീറ്റ് മാത്രം ഉണ്ടാക്കുക, ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. ഇപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പിന്നെ വേണ്ട വർക്കിംഗ് നോട്ട്സും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ,